അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് കുറച്ച് റംബൂട്ടാൻ ഞാൻ എടുത്തിട്ടുണ്ട്. റംബൂട്ടാൻ വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി. ഈ റംബൂട്ടാൻ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ റംബൂട്ടാൻ നമുക്ക് ഇപ്പോൾ സീസണാണ്. മിക്ക വീടുകളിൽ റംബൂട്ടാൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് നമുക്ക് വാങ്ങാനും കിട്ടും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന റംബൂട്ടാനായാലും അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന റംബൂട്ടാനായാലും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. 2-3 പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ റംബൂട്ടാൻ മരത്തിൽ വവ്വാലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ റംബൂട്ടാനെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു റംബൂട്ടാൻ എടുക്കുക. തൊണ്ടൊന്ന് നമുക്ക് പൊളിച്ചെടുക്കാം. കത്തി കൊണ്ടോ കൈ വെച്ചിട്ടോ പൊളിച്ചെടുക്കുക. പൊളിച്ചെടുത്ത റംബൂട്ടാനെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. അതിൻ്റെ ഉള്ളിലെ കുരു നമുക്കൊന്ന് മാറ്റാം. കുരു ഒന്ന് മാറ്റിയിട്ട് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ റംബൂട്ടാനെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ആ ബ്രൗൺ ഭാഗം ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് റവ അളന്നെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ റവയും പഞ്ചസാരയും ഉപ്പായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് കൊടുക്കാം. എത്രയാണോ നമ്മൾ റവ അളന്നെടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെയാണ് പാലും എടുക്കേണ്ടത്. 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി റവ ഒന്ന് കുതിർന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഉണക്കമുന്തിരിയെല്ലാം വീർത്ത് കശുവണ്ടി പരിപ്പെല്ലാം നിറം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. കശുവണ്ടി പരിപ്പിൻ്റെ നിറമൊക്കെ മാറി ഉണക്കമുന്തിരിയെല്ലാം ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറിക്കിട്ടണം. 1 മിനിറ്റ് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 കപ്പ് ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ശർക്കര എടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഉരുക്കിയെടുത്തതിന് ശേഷം കല്ല് മണ്ണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഇതെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ശർക്കര എടുത്താൽ മതി. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ച റംബൂട്ടാനെ 250 ml കപ്പിന് 1 കപ്പ് റംബൂട്ടാൻ കട്ട് ചെയ്തെടുത്തതാണ്. ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഗ്ലാസിൻ്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് കട്ട് ചെയ്തെടുക്കുക. ഈ വെള്ളമെല്ലാം ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വെറുതെ ഏലക്ക മാത്രം ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഒരുപാടൊന്നും വറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഒന്ന് വറ്റി വന്നാൽ മതി. അപ്പോൾ അതെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വറ്റി വരാൻ പാടില്ല. എന്നാൽ പിന്നെ ഇതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ കല്ല് പോലെ ആയിപ്പോവും. ചെറിയൊരു നനവ് വേണം. ഇതുപോലെ കുഴഞ്ഞ പരുവത്തിന് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ റവ പാലൊഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, റവയെല്ലാം നല്ലോണം കുതിർന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല.
നമ്മളെടുക്കുന്ന ഓരോ റവയ്ക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല സോഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടിയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മുടെ ഈ പലഹാരം നല്ല സോഫ്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അത്ര സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇപ്പം നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. റംബൂട്ടാനൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ആവിയേറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തു. ഇനി ഇഡ്ഡലി തട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവിയേറ്റ് ചെറിയ ചെറിയ ബൗൾസ് ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ ബൗൾസിൽ എണ്ണ തടവിയോ അല്ലെങ്കിൽ നെയ്യ് തടവിയിട്ടോ ഓരോ ഒഴിച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ആ കുഴികളിലും നിറയ്ക്കേണ്ട, ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് കവർ ചെയ്യത്തക്ക രീതിയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ഇതുപോലെ ഉണക്കമുന്തിരിയോ വെച്ച് കൊടുക്കുക. നമുക്കിത് മൂടി വെച്ച് ഒന്ന് ആവിയേറ്റ് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഇനി തുറന്ന് നോക്കാം. തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ നടുഭാഗത്തൊന്ന് കുത്തി നോക്കുക. അപ്പോൾ മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി മൂടി വെച്ച് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കുക. ഇനി ഫ്ലെയിം ഓഫാക്കി ഈ തട്ട് നമുക്ക് പുറത്തെടുത്ത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്തിട്ടെടുക്കാം. രണ്ടാമത്തെ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇഡ്ഡലി ചെമ്പിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇഡ്ഡലി തട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്ന ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവി അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിൽ കുറച്ച് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാറ്റർ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ഫില്ലിങ് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കുക. മുഴുവൻ ഫില്ലിങ്ങും വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഫില്ലിങ് കവർ ചെയ്യത്തക്ക രീതിയിൽ ബാക്കി ബാറ്റർ കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ഭാഗത്തോളം മാത്രമേ വരാവൂ ബാറ്റർ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. എന്തെങ്കിലും നട്ട്സോ നിലക്കടലയോ പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം, ഉണക്കമുന്തിരി വിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി മൂടി വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം. മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് സമയം കൂടി മൂടി വെച്ച് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ചൂടാണ്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ നിന്ന് നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ച് തയ്യാറാക്കിയതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മെല്ലെ ഒന്ന് ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ലോണം വെന്ത് ഇതാ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ചോറൊഴിക്കുന്ന പാത്രത്തിൽ ആവിയേറ്റ് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ചൂടും മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. അപ്പോൾ ഇതും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. റംബൂട്ടാൻ വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്